ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു നാൾ കൂടി. കോവലിനെ വധിക്കുന്ന ഭാഗമാണ് തോറ്റമ്പാട്ടുകാർ ഇന്ന് പാടുക. ദുഃഖസൂചകമായി ക്ഷേത്രനട ഇന്ന് വൈകി മാത്രമേ തുറക്കൂ. ആറ്റുകാലിലേക്ക് ഭക്തജന പ്രവാഹമാണ്. വിവരങ്ങൾ നൽകാനായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, നമ്മളും എല്ലാ ദിവസവും പുത്തൻപുലി തുടങ്ങുമ്പോഴും ആറ്റുകാൽ അമ്മയുടെ സന്നിധിയിൽ നിന്ന് തന്നെയായിരിക്കും വാർത്ത തുടങ്ങുക. ഇന്ന് ഈ മണിക്കൂറിലും നമ്മൾ ആ സന്നിധിയിൽ നിന്ന് തന്നെ ചേരുകയാണ്. എന്തൊക്കെയാണ് ടിൻഡു വിശദാംശങ്ങൾ? ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് ഈ മണിക്കൂറിലും അനുഭവപ്പെടുന്നത്. ഇന്ന് വളരെ വൈകിയാണ് നട തുറന്നത്. കാരണം ഇന്ന് ദേവിയുടെ ഭർത്താവ് കോവലിനെ വധിക്കുന്ന ഭാഗമാണ് തോറ്റമ്പാട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതിവ് പൂജകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് 7:30 മണിയോട് കൂടിയാണ് ക്ഷേത്രം ശുദ്ധീകരിച്ച് ക്ഷേത്ര ആചാരപ്രകാരമുള്ള പൂജാവിധികളൊക്കെ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് നാരങ്ങ വിളക്കിന് നാരങ്ങ വിളക്കിന് പുറത്തു വരെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ 2 ദിവസത്തിന് ഇനിയുള്ള പൊങ്കാല മഹോത്സവത്തിന് ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ദൂരദേശങ്ങളിൽ നിന്നുമുള്ളവർ, അതായത് അന്യ സംസ്ഥാനത്ത് അതുപോലെ തന്നെ അന്യ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ എത്തിയാൽ മാത്രമേ തിരക്കുകൾക്ക് നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അവർക്ക് ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനത്തിനൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തിരക്ക് ഇന്നും ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഏതാണ്ട് 2 ദിവസം മാത്രമാണുള്ളത് ആറ്റുകാൽ ലോകപ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ പൂർത്തിയാക്കുന്നത്. കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അതോടൊപ്പം തന്നെ കേരള ഫയർഫോഴ്സ്, എക്സൈസ്, ആരോഗ്യ വിഭാഗം തുടങ്ങിയ വിവിധ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു സഹകരണം ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് അതോടൊപ്പം തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ രീതിയിൽ ഇത്തവണത്തെ ആറ്റുകാൽ മഹോത്സവവും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. 7 മണിയോട് കൂടി തന്നെ തോറ്റമ്പാട്ട് ആരംഭിച്ചു. തോറ്റമ്പാട്ടിന് ശേഷമാണ് ഇത്തരത്തിൽ 7:30 കൂടി ക്ഷേത്ര നട തുറന്നത്. പിന്നീട് പതിവ് പൂജ, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലേക്ക് ആളുകളെ കയറ്റിവിടുന്ന തിരക്കാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഭക്തരെ കടത്തിവിടുന്നത്. കാരണം തിരക്ക് പരമാവധി കുറയ്ക്കണം. അതോടൊപ്പം തന്നെ ഈ പരമാവധി ആളുകൾക്കും ദർശനം സാധ്യമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ തിരക്ക് വളരെ വലിയ രീതിയിൽ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ തിരക്ക് നിയന്ത്രിച്ചു കൊണ്ടാണ് ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലേക്ക് ഭക്തരെ കടത്തിവിടുന്നത്. ഈ ക്ഷേത്രത്തിനും ക്ഷേത്ര ചുറ്റുപാടിനുമൊക്കെ വീടുകളിലൊക്കെ ഇതിനോടകം തന്നെ പൊങ്കാല അടുപ്പുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പൊങ്കാല അടുപ്പുകളൊക്കെ നേരത്തെ തന്നെ കൂട്ടിയിട്ടുണ്ട്. കാരണം ഇനി 2 ദിവസം മാത്രമാണുള്ളത് പൊങ്കാല ഒരുക്കങ്ങൾക്കായിട്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് 1-2 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശങ്ങളിലൊക്കെ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതാണ്ട് 2 ദിവസങ്ങൾ മാത്രമാണുള്ളത്. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ലക്ഷക്കണക്കിന് ദേവി ഭക്തരാണ് അല്ലെങ്കിൽ സ്ത്രീ ഭക്തരാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തുന്നത്. ഇന്ന് വൈകുന്നേരവും ഇത്തരത്തിൽ പതിവ് പൂജകളൊക്കെ കുറവായിരിക്കും. കാരണം ഇന്നൊരു ദുഃഖ ദിവസമാണ് ദേവിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്തരത്തിൽ പതിവ് പൂജകളൊക്കെ കുറവായിരിക്കും. എന്തായാലും ഇന്ന് ക്ഷേത്രനട വൈകിയാണ് തുറന്നതെങ്കിലും വലിയ രീതിയിലുള്ള തിരക്കാണ് ക്ഷേത്രനടയിൽ നിന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ശരി.